കഴിഞ്ഞ ദിവസമൊക്കെ 2-3 സഹോദരന്മാരൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷം പറഞ്ഞു. ഉസ്താദ്, ഈ കഴിഞ്ഞ റമളാൻ ഞങ്ങൾക്ക് വളരെ റാഹത്തായിരുന്നു. കാരണം ഒരുപാട് റമളാനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട മസ്അലകൾ, ചെയ്യേണ്ട ദിക്റുകൾ, ചൊല്ലേണ്ട ഔറാദുകൾ ഇതെല്ലാം നമ്മുടെ ഈ വീഡിയോയിൽ നിന്ന് തന്നെ മാത്രം അവർക്ക് പഠിക്കാൻ പറ്റി. പ്രത്യേകിച്ച് തസ്ബീഹ് നമസ്കാരമൊക്കെ നമ്മൾ കൃത്യമായി വ്യക്തമായി നമ്മൾ നിസ്കരിച്ച് തന്നെ കാണിച്ചു കൊടുത്തു. അതുപോലെ ഫിത്ർ സക്കാത്തിന്റെ ആ ഒരു രൂപം, അതുപോലെ തന്നെ പെരുന്നാൾ നമസ്കാരത്തിന്റെ രൂപം, പിന്നെ 27-ാം രാവിലെ ചെയ്യേണ്ട കാര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായി പറഞ്ഞു കൊടുത്തപ്പോൾ അതൊക്കെ അള്ളാഹുവിന്റെ ഫളിലാണ്. അത് ഞാൻ എൻ്റെ വലിപ്പത്തരം പറയുന്നതല്ല കേട്ടോ, അതൊക്കെ അള്ളാഹുവിന്റെ വലിയ ഔദാര്യമാണ്. അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റി. ഒരുപാട് അവസരം അൽഹംദുലില്ലാ ഇതിലൂടെ കിട്ടി. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നൊക്കെ വളരെ സന്തോഷം പറഞ്ഞു. അള്ളാഹു തആല അതൊക്കെ സ്വീകരിക്കട്ടെ. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും എല്ലാ സമയത്തും തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ ശവ്വാൽ മാസത്തിലാണുള്ളത്. ഷവ്വാൽ മാസത്തിന്റെ 3-ാമത്തെ രാവിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. നാളെ 3-ാമത്തെ പകലാൻ. അൽഹംദുലില്ലാ നമുക്ക് സമയം കളയാനില്ല. കുറച്ച് ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ നമുക്ക് ചൊല്ലിയിട്ട്, ഒരുപാട് വിഷമ പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് കടങ്ങളുണ്ട്, പ്രതിസന്ധിയുണ്ട്. ഒരുപാട് പേര് ദുആരക്കാൻ കമന്റിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് പേരെടുത്ത് പറഞ്ഞ് ദുആരക്കണേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറയുവാണെങ്കിൽ അതിനേ സമയമുണ്ടാവും. 100 ആളുകളാണ് ഉസ്താദെ പ്രത്യേകമായിട്ട് ദുആരക്കണേ പേരെടുത്ത് പറയണമെന്നൊക്കെ വസിയത്തായി ഏൽപ്പിക്കാറുള്ളത്. അങ്ങനെ പറയുകയാണെങ്കിൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ. ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, പടച്ചവൻ കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് പ്രധാനപ്പെട്ട ചില ദിക്ർ ഔറാദുകളാണ് പറയുന്നത്. നമുക്ക് ദിക്റിന്റെ മജ്ലിസിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾ ഒരു ദുആയാണ്, വേറൊന്നുമല്ല. നമ്മൾ ഈ റമളാനിൽ അള്ളാഹുവിനോട് ഒരുപാട് ബറക്കത്ത് ചോദിച്ചു, ഒരുപാട് ഐശ്വര്യത്തെ ചോദിച്ചു. ആ ഐശ്വര്യവും ബറക്കത്തൊക്കെ നമുക്ക് ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ മരണത്തിലും എന്തുണ്ടാവണം? ബറക്കത്തുള്ള മരണമാവണം, ഈമാനുള്ള മരണമാവണം. ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടിയുള്ള ദുആയാണ് നമ്മൾ ആദ്യം പറയുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഹയാതിനാ വ മമാതിനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഹയാതിനാ ومماتنا يا رب العالمين. اللهم بارك لنا في حياتنا ومماتنا يا رب العالمين. اللهم بارك لنا في حياتنا ومماتنا يا رب العالمين. اللهم بارك لنا في حياتنا ومماتنا يا رب العالمين. اللهم بارك لنا في حياتنا ومماتنا يا رب العالمين. اللهم بارك لنا في حياتنا ومماتنا يا رب العالمين. اللهم بارك لنا في حياتنا ومماتنا يا رب العالمين. اللهم بارك لنا في حياتنا ومماتنا يا رب العالمين. اللهم بارك لنا في حياتنا ومماتنا يا رب العالمين. اللهم بارك لنا في حياتنا ومماتنا يا رب العالمين. اللهم بارك لنا في حياتنا ومماتنا يا رب العالمين. اللهم بارك لنا في حياتنا ومماتنا يا رب العالمين. اللهم بارك لنا في حياتنا ومماتنا يا رب العالمين. اللهم بارك لنا في حياتنا ومماتنا يا رب العالمين. اللهم بارك لنا في حياتنا ومماتنا يا رب العالمين. اللهم بارك لنا في حياتنا ومماتنا يا رب العالمين. പറയുന്ന ആളിനോട് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമെന്നാണ്. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അള്ളാഹു തആല ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടില്ലേ. അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടാൻ മുത്ത് റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദിക്റുണ്ട്. മാത്രമല്ല, മീസാൻ എന്ന തുലാസിൽ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് താഴും. പറയാൻ വളരെ എളുപ്പമാണ്. ഏതാണ് ആ ദിക്ർ? നമുക്കൊന്ന് പറഞ്ഞാലോ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാന
സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. സ്വഹാബിമാരുടെ കാലത്ത് ഉണ്ടായിരുന്നതും ഇന്നത്തെ ഈ കാലത്ത് നമ്മുടെ കാലത്ത് ഇല്ലാത്തതുമായ ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു അമലാണ് അടിമമോചനം. പണ്ട് നബിതങ്ങളുടെ കാലത്തും സ്വഹാബിമാരുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് അടിമകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു അടിമയെ നമ്മുടെ സ്വന്തം പൈസ കൊണ്ട് അയാളെ വാങ്ങിച്ചിട്ട് അയാളെ മോചിപ്പിച്ചു വിട്ടാൽ അത് ഭയങ്കര പ്രതിഫലമുള്ള കാര്യമാണ് ദീനിൽ. പക്ഷെ ഇന്നത്തെ കാലത്ത് അടിമ സമ്പ്രദായമില്ല, അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റൂല. പക്ഷേ അതുപോലെ ഒരു പ്രതിഫലം കിട്ടും ഒരു വാക്ക് പറഞ്ഞാൽ. ഏത് വാക്കാണത്? മാത്രമല്ല 100 നന്മകൾ ഉയർത്തപ്പെടും, 100 തിന്മകൾ മായ്ക്കപ്പെടും. എത്രത്തോളം? കടലിന്റെ നുരയോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു തആല പാപങ്ങൾ പുറത്തു തരും ഈ ദിക്ർ പറഞ്ഞാൽ. ഏത് ദിക്റാണ്? ഒന്ന് പറഞ്ഞേ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله. അതായത് നമ്മുടെ ഈമാൻ ഒന്ന് പുതുക്കിയെടുക്കണം, നമ്മുടെ ഹൃദയങ്ങൾ പ്രകാശിപ്പിക്കണം,
നമ്മുടെ നാവുകൾ സുന്ദരമാവണം. എന്തുകൊണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ കൊണ്ട്. മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിന്റെ താക്കോലാണ്. അതുകൊണ്ട് ഈ ഒരു ദിക്ർ കൊണ്ട് വേണം നമ്മൾ സ്വർഗം തുറക്കാൻ, സ്വർഗത്തിലേക്ക് കടക്കാൻ. അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ പറയണം ലാ ഇലാഹ ഇല്ലല്ലാ. ഒരുപാട് നേട്ടങ്ങളാണ് ഈ ദിക്ർ പറഞ്ഞാൽ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും ആവശ്യം നേടിയെടുക്കാനുണ്ടെങ്കിൽ ഈ ദിക്ർ നമ്മളൊരു 101 വട്ടം അല്ലെങ്കിൽ 333 വട്ടം അല്ലെങ്കിൽ ഒരു 4444 വട്ടം ഈ ഒരു ദിക്ർ ഞാൻ നേർച്ചയാക്കി ഇൻഷാ അല്ലാഹ് ചൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ ചൊല്ലിയാൽ വലിയ പ്രതിഫലമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ദിക്ർ ഒന്ന് കുറച്ച് ചൊല്ലിയാലോ? ചൊല്ലിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള 4 വചനങ്ങളുണ്ട്. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാധാന്യമുള്ള 4 വചനങ്ങൾ. ഈ 4 വചനങ്ങളും ഖുർആനിൽപ്പെട്ടതാ. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള 4 വാക്കുകളുണ്ട്. പക്ഷേ ആ 4 വാക്കുകളോ അതും ഖുർആനിൽപ്പെട്ടതാണ്. അങ്ങനെയുള്ളൊരു വാക്ക്, ഈ ഒരു മനുഷ്യൻ ഈ വാക്ക് ഒരു വട്ടം പറഞ്ഞാൽ സ്വർഗത്തിൽ അവനിക്ക് വേണ്ടി ഒരു മരം നടപ്പെടും, അല്ലെങ്കിൽ കൃഷി ചെയ്യപ്പെടും എന്നൊക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലൊക്കെ അത് കാണാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ വലിയ പ്രത്യേകതയുള്ള ശ്രേഷ്ഠതയുള്ള ആ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് വട്ടം പറയാം. പറഞ്ഞോ, ഒരുപാട് നേട്ടങ്ങളാണ് ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ.
അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു 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 അക്ബർ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട സമയത്ത് മഹാനവറുകൾ പറഞ്ഞ ദിക്ർ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ബദരീങ്ങൾ പറഞ്ഞ ദിക്ർ, ഇസ്ലാമിന്റെ ശത്രുക്കളെ നേരിടാൻ മുസ്ലിം സൈന്യം പുറപ്പെടുന്ന സമയത്ത് അവർ പറയുന്ന ദിക്ർ, ശൈത്വാന്റെ ശർറിനെ തൊട്ടുള്ള കാവൽ കിട്ടാനുള്ള ദിക്ർ, നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ മാറി കിട്ടാനുള്ള ദിക്ർ, എല്ലാം അള്ളാഹുലേക്ക് ഭരമേൽപ്പിക്കുന്ന ദിക്ർ. ഈ ദിക്ർ പറഞ്ഞാൽ, ഈ ദിക്ർ നമ്മൾ മുറുകെ പിടിച്ചാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇഹപര വിജയം ഉറപ്പാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ ഒരു ദിക്ർ നമുക്ക് പറയാം. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഇവിടെ ഹസ്ബുൻ അല്ലാഹ് എന്ന് പറയും, അതായത് ഞങ്ങൾക്ക് അല്ലാഹു മതി എന്നാണ് ഇതിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഹസ്ബി അല്ലാഹ് എന്ന് പറയും, എനിക്ക് അല്ലാഹു മതി. ഇപ്പൊ നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ച് ചൊല്ലുന്നത് കൊണ്ട് ഹസ്ബുൻ അല്ലാഹ്, ഞങ്ങൾക്ക് നമുക്ക് അല്ലാഹു മതി എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ വരുന്ന ആ ദിക്റാണ് നമ്മൾ പറയുന്നത്. പറഞ്ഞു ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു ونعم الوكيل نعم المولى ونعم النصير. حسبنا الله 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 ونعم الوكيل نعم المولى ونعم النصير. നമുക്കൊരു ഒരു ദിക്ർ പറയണം. ആ ദിക്ർ അള്ളാഹുലേക്ക് എല്ലാം ഭരമേൽപ്പിച്ചിട്ടുള്ള ദിക്റാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലാവാൻ, സന്തോഷത്തിലാവാൻ, നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ ബർക്കത്തുണ്ടാവാൻ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ നിന്നുള്ള കാവൽ കിട്ടാൻ ഒക്കെ നമുക്ക് പറയാൻ പറ്റിയ ഒരു ദിക്റാണ് ഇന്ന് നമ്മൾ പറയുന്നത്. പറഞ്ഞു ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദിക്റിന്റെ സ്വലാത്തിന്റെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദുആ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും. അപ്പോൾ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ തന്നെ ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ, ഈ 4 സൂറത്തുകളും ഓതിയിട്ട് ദുആരക്കുക.